പുഴ കടക്കാൻ ഒരു പാലമുണ്ട്, പക്ഷേ പാലത്തിലെത്തിയാൽ വഴിയില്ല. കേട്ടപ്പോൾ നിങ്ങൾക്കിതൊരു കടങ്കഥയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇതൊരു കടങ്കഥയല്ല. അട്ടപ്പാടിയിൽ ഭവാനി പുഴയ്ക്ക് കുറുകെയുള്ള ഒരു പാലത്തിൻ്റെ യഥാർത്ഥ കഥയാണ്. ആ വാർത്ത കാണാം. അട്ടപ്പാടി അടിയക്കണ്ടിയൂരിൽ നിന്ന് ഭവാനിപ്പുഴ കടന്ന് വീട്ടിയൂരിലും അബ്ബണൂരിലും നടന്നെത്താൻ നിർമ്മിക്കുന്നതാണ് ഈ നടപ്പാലം. 10 മീറ്റർ ഉയരവും 50 മീറ്റർ നീളവുമുള്ള ഒരു ഉശിരൻ നടപ്പാലം. പക്ഷേ ഈ പാലത്തിനൊരു പ്രശ്നമുണ്ട്. അടിയക്കണ്ടിയൂരിലെ പ്രധാന റോഡിൽ നിന്ന് പുഴയിലേക്കുള്ള മൺപാതയിലൂടെ നടന്നാൽ പാലത്തിന്റെ തുടക്കത്തിലേക്കെത്താം. പക്ഷേ പാലത്തിൽ കയറി പുഴ കടക്കാമെന്ന് കരുതിയാൽ പെട്ടുപോകും. പാലത്തിൽ നിന്ന് വീട്ടിയൂരിലേക്ക് പോവാൻ വഴിയില്ല. പുഴക്കര മുഴുവൻ സ്വകാര്യ തോട്ടങ്ങളാണ്. തികച്ചും അശാസ്ത്രീയമായിട്ടാണ് ഇതിന്റെ നിർമ്മാണം. ഇത് ഒരു നടപ്പാലം, മുകളിലൊരു നടപ്പാലവും താഴെ ചെക്ക് ഡാമുമായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ എഞ്ചിനീയറെ നമ്മൾ നമസ്കരിക്കേണ്ട വരും. അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഇത്. മാത്രമല്ല, ഈ അപ്രോച്ച് റോഡ് ചെന്ന് ചേരേണ്ട സ്ഥലം എന്ന് പറയുന്നത് എസ്റ്റി ലാൻഡാണ്. അത് പ്രൈവറ്റ് ലാൻഡാണ്. അവിടുന്ന് അങ്ങോട്ട് റോഡില്ല. ഇതെന്തിനാണ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. വീട്ടിയൂരിലും പരിസരത്തുമുള്ളവർക്ക് വേണ്ടിയാണ് ഈ നടപ്പാലം എന്നാണ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ നാട്ടുകാർക്ക് സർക്കാർ നിർമ്മിക്കുന്ന പാലം ഉപയോഗിക്കണമെങ്കിൽ സ്വകാര്യ ഭൂവുടമകൾ കനിയണം. അല്ലെങ്കിൽ പുഴക്കരയിലെ പുറമ്പോക്കിലൂടെ ഇനി പുതിയൊരു വഴി ഉണ്ടാക്കണം. എന്തായാലും 1.8 കോടി രൂപ മുടക്കി ഭവാനിപ്പുഴ കടക്കാൻ സർക്കാർ നിർമ്മിച്ച പാലം അങ്ങോട്ടും ഇങ്ങോട്ടുമില്ലാതെ അന്തരീക്ഷത്തിൽ നിൽപ്പാണ്. സർക്കാർ ഫണ്ട് പാഴാക്കിയെന്ന വിശേഷണം അടിയക്കണ്ടിയൂരിലെ നടപ്പാലത്തിന് ലഭിക്കാതിരിക്കാൻ ഈ പാലത്തിനൊരു വഴി നൽകി സർക്കാർ സഹായിക്കണം. റിപ്പോർട്ടർ, പാലക്കാട്.